ഒരു കൊള്ളയുടെ ആസൂത്രണത്തിന് വേണ്ടിയാണ് എന്ന് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയ, ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്റെ കീഴിലാണ് ഒരു തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടെത്തിയ, താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. സാക്ഷി മൊഴികളും ഒപ്പം തന്നെ തെളിവുകളും എതിരായി നിൽക്കുമ്പോൾ, ഒരു സ്വർണ്ണ ഉരുപ്പടി ചെമ്പാണ് എന്ന് എഴുതി കൊടുത്ത ആ സംഘത്തിന്റെ ക്യാപ്റ്റൻ പ്രതിയായി നിൽക്കുമ്പോൾ, ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ആ സസ്പെൻഷൻ നടപടി ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് പി കെ ശ്രീമതി പറഞ്ഞു വെക്കുന്നത്. തീരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കണോ സംഘത്തിന്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നമ്മൾ ഈ നീതി നിർവഹണത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്നുള്ള ബോധ്യം നാട്ടുകാർക്ക് ഉണ്ടാവുക കൂടി വേണം എന്ന് പറയും. അപ്പോൾ ആ നടപടി CPM എടുക്കുന്ന കാര്യത്തിലും എനിക്ക് CPM-നോട് പറയാനുള്ളത് അതാണ്. നടപടി എടുത്താൽ പോരാ, നടപടി എടുത്തു എന്നുള്ള ഒരു തോന്നൽ ഏറ്റവും ചുരുങ്ങിയത് പാർട്ടി അണികൾക്കെങ്കിലും ഉണ്ടാവുക കൂടി വേണം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇവിടെ പി കെ ശ്രീമതി പറയുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ പാർട്ടി എടുക്കുന്ന ഒരു ശിക്ഷാ നടപടി എന്നാണ് സസ്പെൻഷനെ വിളിക്കുന്നത്. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോൾ അതിനർത്ഥം പത്മകുമാർ കുറ്റം ചെയ്തു എന്ന് CPM-ന് ബോധ്യമുണ്ട്, പത്തനംതിട്ട ജില്ലാ ഘടകത്തിനെങ്കിലും ബോധ്യമുണ്ട് എന്നാണ്. അതിന്റെ പേരിലുള്ള ശിക്ഷാ നടപടി എന്ന രീതിയിലത്തേക്കാണ് അവരതിനെപ്പറ്റി പറയുന്നത്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. സത്യത്തിൽ ഈ കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ കൊടുക്കുന്ന ഒരു ശിക്ഷാ നടപടി അല്ല സർക്കാർ സർവീസിലെ സസ്പെൻഷൻ. പിന്നെ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് പ്രാഥമികമായിട്ട് സബ്ജക്ട് ടു എൻക്വയറി ഒരാളിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതാണ് അവിടുത്തെ സസ്പെൻഷൻ. പാർട്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ശിക്ഷാ നടപടി ആയിരിക്കും, പക്ഷെ അത് ഇക്വേറ്റ് ചെയ്യുന്നത് സർക്കാർ സർവീസുമായി ബന്ധപ്പെട്ടാകുമ്പോൾ അത് പ്രാഥമികമായിട്ട് ശരിയല്ല. എന്റെ ഓർക്കം പോയി. അപ്പൊ ഇവിടെ പത്മകുമാർ കുറ്റം ചെയ്തു എന്നാണ് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എങ്കിലും കണ്ടെത്തിയത് എങ്കിൽ എന്താണ് ആ കുറ്റം? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ആ കുറ്റം എന്താണ് എന്നതിനെ കുറിച്ച് പറയണം. അങ്ങനെയെങ്കിൽ ആ കുറ്റം SIT അദ്ദേഹത്തിൽ ആരോപിക്കുന്ന കുറ്റം തന്നെ ആയിരിക്കും. അതെന്താണ്? ചെമ്പ് പാളിയാണ് എന്ന് മനഃപൂർവ്വം എഴുതി, ഇത് സ്വർണ്ണപ്പാളിയാണ് എന്ന് അറിയാമായിരുന്നു. ഒരു കയ്യബദ്ധം, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ അത് വെട്ടി എഴുതിയതിനു ശേഷം അവിടെ ഒപ്പിടുന്നു. അപ്പൊ അതാണ് കുറ്റമെങ്കിൽ, ആ കുറ്റമാണ് CPM-ന് ഇപ്പൊ ബോധ്യമായിരിക്കുന്നത് എങ്കിൽ, കൊള്ള നടത്തിയെന്നോ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന രീതിയിലത്തേക്ക് ഉള്ള ഒരു ഹയർ ഡിഗ്രി ക്രൈമാണ്. എനിക്കൊരുത്തരം പേടിയില്ല. മോഷണം അല്ലെങ്കിൽ മോഷണത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് CPM-ന് ബോധ്യമായി കഴിഞ്ഞാൽ കൊടുക്കാവുന്ന നടപടിയാണ് സസ്പെൻഷൻ എന്നാണോ ശ്രീമതി പി കെ ശ്രീമതി നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. പാർട്ടിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ആ സമയത്ത് പോലും അദ്ദേഹം അനുഭാവിയായിട്ട് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇനി ഇതൊരു കുറ്റമാണെന്ന് തന്നെ കരുതിക്കോ. ഈ കുറ്റത്തിനെ കുറിച്ച് CPM സത്യത്തിൽ എപ്പോഴാണ് അറിഞ്ഞത്? അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ അറിവായിട്ടുള്ള ഒരു കുറ്റത്തിന്റെ പേരിലാണോ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്? അല്ല. 8 മാസമെങ്കിലും മുമ്പേ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്ന സമയത്തെങ്കിലും ഇവർക്ക് അറിയാമായിരുന്നു. അതുവരെ വേണമെങ്കിൽ ആരോപണമാണ്, അത് ആരോപണം ഇങ്ങനെ ഏറിലേ ഉള്ളൂ എന്നൊക്കെ പറയാം. പക്ഷേ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ നവംബറിലോ മറ്റോ ആണ്. അപ്പൊ ഇക്കാലം അത്രയും അദ്ദേഹത്തിനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരാനായിട്ട് അവർ അനുവദിച്ചിരുന്നു. അബദ്ധം പറ്റുമോ സാർ? എങ്ങനെ അബദ്ധം? അപ്പൊ പാർട്ടിയിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന രീതിയിലത്തേക്കുള്ള മനോഹരമായിട്ടുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദ ക്യാപ്സൂളൊക്കെ ഗോവിന്ദമാഷ് ഇറക്കിയെങ്കിലും അദ്ദേഹം ടെക്നിക്കലി അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന്റെ പദവിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തന്നെ തുടരുകയായിരുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിനെ അങ്ങ് സസ്പെൻഡ് ചെയ്തേക്കാം എന്ന മട്ടിലേക്ക് പാർട്ടിക്ക് ഒരു ബോധോദയം ഉണ്ടാകുന്ന രീതിയിലത്തേക്കുണ്ടായ ആ തിരിച്ചറിവിന് കാരണമായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്, ഇൻസിഡന്റ് എന്താണ്? നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? ഇല്ല. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. എനിക്കും നിനക്കും അറിയാത്ത കാര്യങ്ങൾ അവർക്കറിയുമോന്ന് ആർക്കും അറിയില്ല. സത്യത്തിൽ ഇവിടെ ഇപ്പോഴും ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടി കൊണ്ട് മോഷണ കുറ്റത്തിലെ പ്രതിയെ സംരക്ഷിക്കുക എന്നുള്ള കൊടും പാതകമാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടി വന്നാൽ തലയും വെട്ടും.
ഇപ്പൊ ശ്രീമതി ടീച്ചർ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു തെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ശിക്ഷാ നടപടിയാണെന്ന്. അപ്പൊ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അയ്യപ്പന്റെ മുതൽ കട്ട് കഴിഞ്ഞാൽ, അതിന് രേഖാമൂലം ആ കള്ളത്തരത്തിന് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ കഴിയുന്ന പരമാവധി ശിക്ഷയാണ് പാർട്ടിയിലെ സസ്പെൻഷൻ. തന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. അത് എവിടെ കോത്താഴത്ത് പറഞ്ഞാൽ മതി. സ്വർണ്ണക്കൊള്ള തന്നെ മുഖ്യ വിഷയമായി നടന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് പാർട്ടി 8 നിലയിൽ പൊട്ടി. അന്നുണ്ടായിരുന്ന മുദ്രാവാക്യങ്ങളിലും പ്രചരണ ഗാനങ്ങളിലും തന്നെ ശബരിമലയിൽ ആരാണ് പോറ്റിയെ കയറ്റിയത് എന്നുള്ളതായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. പക്ഷെ അങ്ങനെ പൊട്ടിയിരുന്ന സമയത്തും പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുത്തില്ല. നടപടിയെടുക്കണമെന്നുള്ള തോന്നൽ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. എന്റെ കുറ്റം തന്നെയാ. സത്യത്തിൽ നാട്ടുകാർക്ക്, ജില്ലാ കമ്മിറ്റിക്ക്, ഏരിയ കമ്മിറ്റിക്ക് ഒക്കെ മനസ്സിലായ കാര്യം സംസ്ഥാന കമ്മിറ്റിക്ക് മാത്രം മനസ്സിലായില്ല എന്ന് വെച്ചാൽ ശ്രീ അനൂപ്, നമ്മൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്. ഒന്നുകിൽ താഴത്തെ ഘടകങ്ങൾക്കുള്ള രാഷ്ട്രീയ ബോധം പോലും സംസ്ഥാന സമിതിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കില്ല എന്ന് കരുതണം. അങ്ങനെ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല. പിന്നെയോ, പത്മകുമാറിനെ പിണക്കാൻ പാടില്ല എന്ന സംസ്ഥാന സമിതിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒരു തിരിച്ചറിവുണ്ട് എന്നതാണ് കാരണം. അതല്ലേ ശരിയായിട്ടുള്ള കാരണം? അതാണ് ലോകം. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരത്തര എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. വന്നിരിക്കുന്ന ഈ കൊണ്ടുപിടിച്ച പ്രഖ്യാപനം എന്താ? അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയല്ല, മറിച്ച് സസ്പെൻഡ് ചെയ്യുകയാണ്. യേശുട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ വന്നേക്കും. അതിൽ അദ്ദേഹം പല കാര്യങ്ങളും ആ പൊസിഷനിൽ ഇരുന്ന് ചെയ്തിരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കും. അതിൽ പല കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു, പത്രങ്ങളിലൊക്കെ തന്നെ പ്രിന്റ് ചെയ്ത് വന്നു, മാധ്യമങ്ങളോട് പറഞ്ഞു. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ആ വന്നിരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നത് എന്താണ്? സർക്കാരിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയിരിക്കുന്ന ചില വിഷയങ്ങൾ. SIT അന്വേഷിക്കുന്ന 1-ലധികം കേസുകളിൽ ആദ്യം മുതൽ തന്നെ പ്രതിയായിരുന്ന ആളാണ് പത്മകുമാർ. ഇതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അന്ന് ശ്രീ അനൂപ് ഓർക്കുന്നുണ്ടാകും, ചർച്ചയിലുള്ളവർ ഓർക്കുന്നുണ്ടാകും, പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ആ സമയത്ത് എല്ലാം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നാണ്. അത് ശരിയാ, അത് ശരിയാ. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ അതിൽ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ട് എന്നാണ്. അന്വേഷണത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് 1-ലധികം കേസുകളിൽ പ്രതിപട്ടികയിലേക്ക് ചേർത്തിരുന്ന പത്മകുമാറിനെതിരെ മാത്രം. സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന അന്വേഷണത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തിനെ പ്രതി ചേർത്തപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമാന്ന് മിണ്ടിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി കമാന്ന് മിണ്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ നടപടി ആത്മാർത്ഥതയില്ലാത്തതാണ്, കള്ളനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. ഇങ്ങനെയൊക്കെ നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവിക പറഞ്ഞായിരിക്കും. അതെന്താ? ഇവനെയൊക്കെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ